ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റാണ്. അതിനായി അത്യാവശ്യം വലിപ്പമുള്ള 10 ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണിത്. ഇതിനായി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിലിട്ട് അടുപ്പിൽ മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 6 വെളുത്തുള്ളി, ഒരു 15 ചെറിയ ഉള്ളി, അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. മൂടിയൊന്നും വെക്കണം എന്നില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഒരുവിധം മൊരിയിച്ച പോലെ എടുക്കണം. ഇനി ആവശ്യത്തിന് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച മുളക് നമുക്ക് വീട്ടിൽ തന്നെ ചതച്ചെടുക്കാവുന്നേ ഉള്ളൂ. 1.5 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് അത് ചൂടായിരിക്കുമ്പോൾ തന്നെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആക്കി എടുക്കണം. മൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വെന്ത ചെമ്മീനാണ്. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കണം എന്നേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.